അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. നിത്യസത്യമായ ദേവി നിർമ്മലേ നമസ്തുതേ. ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. വിണ്ണിൽ നിന്നു മണ്ണിതിൽ പിറന്ന പുണ്യ തേജസ്സേ. ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. മണ്ണിലുള്ളൊരമ്പലങ്ങളിൽ പ്രസിദ്ധമായതാം ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ഭക്തി സാന്ദ്രമായ ഹൃത്തിനേകി ശക്തി അമ്പനി. ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. സർവമുക്തിദായികേ സുവർണ പത്മസുസ്ഥിതേ. ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ധവളമായ പട്ടുടുത്തു സുപ്രഭാതവേളയിൽ ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ഉച്ചനേരം രക്തവസനധാരിണിയാം കാളിയായി ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. നീലയാട ചുറ്റി ചാരു സന്ധ്യയിൽ ശ്രീദുർഗയായി ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. വാണിയായി കാളിയായി ദുർഗയായി നിത്യവും ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ഭൂതബാധയൊക്കെ നീക്കി കീഴ്ക്കാവിൽ അമ്മയായി ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. സമസ്ത ലോകകാരിണി സർവരോഗനാശിനി ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ബ്രഹ്മദേവമാനസത്തിൽ ജന്മമാർന്ന ശ്രീധരി ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ശങ്കരന്റെ പാതിമേനിയായ പാർവതി ശിവേ ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി
ശേഷശായിയായ വിഷ്ണുവിൻ്റെ വാമഭാഗമായി ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. സകല ലോകജീവികൾക്കും അമ്മയായി ഉണ്മയായി ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ആദിമൂല ഭഗവതിയായി ആദിപരാശക്തിയായി ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. മഥിത ഹൃദയ കഠിന ദുരിതമഖിലമുടനകറ്റുവാൻ ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. കഥനഭരിത കലിയുഗത്തിൽ അമ്മയാണ് സാന്ത്വനം ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ലളിത സുഭഗവദന കമലം മനസ്സിലെന്നുമുണരുവാൻ ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. നിത്യസത്യമായ ദേവി നിർമ്മലേ നമസ്തുതേ. ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. പിന്നിൽ നിന്നു മണ്ണിതിൽ പിറന്ന പുണ്യ തേജസ്സേ ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. മണ്ണിലുള്ളൊരമ്പലങ്ങളിൽ പ്രസിദ്ധമായതാം ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ഭക്തി സാന്ദ്രമായ ഹൃത്തിനേകി ശക്തിയമ്പനി ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. സർവമുക്തിദായികേ സുവർണ പത്മസുസ്ഥിതേ ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरु साक्षात् परब्रह्म तस्मै श्री गुरवे नमः। एकदन्तं महाकायं तप्तकाञ्चनसन्निभं लम्बोदरं विशालाक्षं वन्देऽहं गणनायकम्
सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा शुक्लां वरदरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये शरण्ये त्र्यम्बके गौरी नारायणी नमोस्तुते षडाननं धूमावृतं महामन्त्रं कृष्ण हरे कृष्ण 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 हरे हरे ध्याये सर्वविघ्नोपशान्तये शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं रश्मीकान्तं कमलनयनं योगिविद्यालगम्यं वन्दे विष्णुं हेमसिंहासनोपरि आसीनामुपदिश्यामयदाक्षमलङ्कृतं चन्द्राननं चतुर्बाहुं श्रीवत्साङ्गिरवक्षसं रुक्मिणी सत्यभामाभ्यां सहितं कृष्णमाश्रये ॐ नमो भगवते वासुदेवाय विश्वं विष्णुमलक्षारो भूतभव्यभवत्प्रभो भूतगर्भावो भूतात्मा भूतभावना भूतात्मा परमात्मा च मुक्तानां परमागति अस्य पुरुषः साक्षी क्षेत्रज्ञोऽचल च योगो योगविदा वेदा प्रधानपुरुषेश्वर नारसिंहबभु श्रीमान् केशवः पुरुषोत्तमा सर्वशिवस्थानो भूतारण्योऽव्यय सम्भवो पावनो भक्त प्रभवः प्रभुरीश्वर स्वयंभू शम्भुरादित्य पुष्कराक्षो आदिदेवो महादेवो देवेशो देवपुत्रो उत्तरो गोपतिर्गोप्तानगम्य पुरातना शरीरभूतभुक्भोक्त पतीन्द्रो भूरिदक्षिणा सोमवामृतः सोम कुरुचित्कुरु सत्तमा विनयो जय सत्यसन्तो शाखा स्वत्तदाम्बदी जीवो विनयिता साक्षी मुकुन्दो मिलविक्रमा अम्बोदिदिरनन्दात्मा महादानिशयान्तक अजा महाशसाभाव्यो दिलामित्रप्रमोदना आनन्दो नन्दनो नन्दा सत्यधर्मातिविक्रमा महर्षि कविराचार्य हृदज्ञो मेदिनी बलि महावराहो भूमिल्लासुषेणुदित्तारुधावना निगोदुम्बरो शुद्धाशाणुरन्दानिशूदना सहस्राक्षी सप्तलिङ्गा सप्तैला सप्तवाहना अमोतिरनभो चिन्त्यो भयविद्भयनाशना अणुर्मुहस्पुषो सुरगुण्यो गुणो महान् अदुतः संसदः साक्षो प्रागांशो वंशवर्धना भारतत्वरितो योगी योगीशा सर्वकामदा आश्रमं श्रवणं क्षामा सुवर्णो वायुवाहना धनुर्धरो धनुर्वेदो दण्डो दमैदानवा अपराजिता सर्वसमोहा आधारनिलया दाता पुष्पहासा प्रजाकरा ऊर्ध्वगा सत्पराचार प्राणद प्रणवपना प्राणं प्राणनिलय प्राणजीवना तत्त्वं तत्त्वविवेकात्मा जन्म मृत्युजराधिका पूर्ववा सुस्तुरासारा सविला विलामः यज्ञो यज्ञवदित्याजो यज्ञाङ्गो यज्ञवाहना यज्ञवृद्ध्यज्ञवृद्ध्यज्ञे यज्ञवृद्ध्य പിന്നെ പോലെ ഇതിൽ വേറെ എന്തെങ്കിലും ചൊല്ലിയിട്ടാവാം. എന്താ ഹരിനാമം ചൊല്ലുന്നു? ശരി. തുടങ്ങി ബലനാന്യത്തോളം പരമമഹാമായ തന്റെ ഗതി ജന്മങ്ങളും ബല കഴിഞ്ഞാലുമില്ലവതി കർമ്മത്തിമയാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ യാതൊന്നതൊക്കെ ഹരി നാരായണായ നമഃ. സമയത്ത്
ഇല്ലാന്നുണ്ടെങ്കിൽ ദേവിമാനത്തിലെ 11-ാം അധ്യായം ധ്യാനം 11-ാം വെള്ളിയാഴ്ചയല്ലേ പ്രാധാന്യം കൂടുതലും. അല്ലാതെ ലാസ്റ്റ് അത് ചെയ്യാം. പിന്നെ ഉണ്ടേയിരിക്കും. ഞാൻ ആ ബുക്കിലെ ഫുള്ള് വായിക്കണമെന്ന് അറിയില്ല. അത്രയും അശ്രദ്ധിച്ചു എന്താ ആദ്യമൊക്കെ പേടിച്ച് ബുക്ക് മാത്രം കൊണ്ടെടുക്കും. തെറ്റിയാലും വെള്ളാച്ചിട്ട് അറിയണം കുറച്ച് വായിച്ചു. അങ്ങനെ ഇപ്പം അടുത്ത് തന്നെ ക്ഷേത്രത്തിൽ നമ്മൾ ഈ ബുക്കിനെ പറ്റി മാഷ് പറയുമ്പോൾ ഒന്നും കൂടി ഞാൻ ആ ബുക്ക് കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ. എവിടെ എന്ത് വർഷം വരികയാണെങ്കിലും നമുക്ക് ഈ ബുക്കിലെ മന്ത്രങ്ങൾ നമ്മളെ കൂടെ ഉണ്ടാവും. നല്ല ശക്തിയിലാണ് ഉണ്ടാവുക. ഏത് ഭക്ഷണത്തിനും തരണം ചെയ്യാൻ കഴിവുണ്ട്. പരീക്ഷിച്ച് ജീവിതത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഈ ദേവിമാരിൽ തന്നെ അത്രയും പ്രാധാന്യമാണ്. അതാണെന്ന് ഇവിടെ ഈ 11-ാം അധ്യായം ഒന്ന് ചൊല്ലാൻ പറഞ്ഞത്. ഇനി ഇവർ കുടുംബിനെയാണ്. ഈ കുടുംബത്തിൻ്റെ മെയിനാണ് ഒരു ഐക്യസൂത്രം. കുടുംബത്തിന് ഐക്യം വരാനാണ്. അത് കഴിഞ്ഞ മാഷ ഗീതയിലെ 2 വാക്കുകളും ഇത് പറയും. വേറെ അമ്മമാരുണ്ട് നാട്ടിൽ. അതിലത്തെ ഒരു അമ്മയാണ് ഗീതാ മാതാവ്. ഗീതയെ അമ്മയായിട്ടാണ് നോക്കുന്നത്. മാതൃഭാവത്തിലാണ്. ഗംഗ മാതാവാണ്. ഭാരത മാതാവാണ്. നമ്മുടെ ജനിച്ച ഭൂമി അമ്മയാണ്. ഗംഗാനദി മാതൃഭാവത്തിൽ കാണേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ഗ്രന്ഥങ്ങളെയും നമ്മൾ അമ്മയോട് മാതൃത്വം ഉള്ള ഒരു രീതിയിലാണ് നമ്മൾ ബഹുമാനിക്കുന്നത്. ഇപ്പൊ ഗീതയെക്കുറിച്ച് പറയുമ്പോൾ ഗീതയുടെ ഒരു ധ്യാന ശ്ലോകം ഒന്നെങ്കിലും പറയണമെന്നാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ശ്ലോകം പറയാം. പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അമ്പത്വാമനുസന്ധദാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. പാർത്ഥന് വേണ്ടിയിട്ടാണ് ഗീത ഉപദേശിച്ചത്. പാർത്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുനാണെങ്കിലും നമ്മളെ എല്ലാവരെയും കൂട്ടി പറയുന്ന ഒരു പേരാണ് പാർത്ഥൻ. അപ്പം നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ആര് പറഞ്ഞു? ഭഗവാൻ ആയിട്ടുള്ള നാരായണേന സ്വയം. നാരായണനായിട്ടുള്ള ശ്രീകൃഷ്ണൻ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇത് പറഞ്ഞു. ഇത് പറഞ്ഞത് പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? വ്യാസേന ഗ്രഥിതാം പുരാണമുനി. പുരാണമുനിയായിട്ടുള്ള വ്യാസഭഗവാൻ അത് നമുക്ക് എഴുതി തയ്യാറാക്കി തന്നു. അത് എവിടെ എഴുതി തന്നു? മധ്യേ മഹാഭാരതം. മഹാഭാരതം എന്ന് പറയുന്ന ഇതിഹാസത്തിന്റെ മധ്യത്തിലാണ് ഇതിരിക്കുന്നത് ഈ ഗീത. ഗീത എന്താണ് പ്രത്യേകത? അദ്വൈതാമൃത വർഷിണിയാണ്. അത് ഗീത വായിച്ചു കഴിഞ്ഞാൽ ഗീത പഠിക്കുന്നവരുടെ മനസ്സിലെ അദ്വൈതത്തെ വർഷിക്കും. അദ്വൈതം മഴയായി പെയ്യും. അദ്വൈതാമൃത വർഷിണിയും. അത് കഴിഞ്ഞിട്ട് അംബ എന്ന് പറയുന്നുണ്ട്. അമ്മയാണ്. അംബ ത്വാം അനുസന്ധദാമി ഭഗവദ്ഗീതയും ഭവദ്വേഷിണിയും. അപ്പോൾ അമ്മയാകുന്ന ഭഗവത്ഗീതയെ ഞാനിതാ അനുസന്ധാനം ചെയ്യുന്നു, ഞാൻ പഠിക്കുന്നു, അതിനെ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഗീതയിലേക്ക് പ്രവേശിക്കുക. ഇനി ഞാനൊരു ഗീതയിൽ നിന്നുള്ള ഒരേ ഒരു ശ്ലോകം ഇപ്പം നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടൊന്ന് പഠിക്കാം. അതെല്ലാവരും ആ ശ്ലോകം ഒന്ന് ചൊല്ലാം. ഞാൻ ഓരോരോ വരിയായിട്ട് പറഞ്ഞുതരാം, നമ്മൾ കേട്ട് ചൊല്ലാം. അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്ര കരുണ ഏവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമീ സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ മയ്യർപ്പിത മനോബുദ്ധിർ മൽഭക്ത സമേ പ്രിയ. ഇത് ഭക്തിയോഗം എന്ന് പറയുന്ന ഗീതയിലെ ഒരു അധ്യായത്തിലെ 13-ാമത്തെയും 14-ാമത്തെയും ശ്ലോകമാണ് ചൊല്ലിയത്. ഭക്തിയോഗത്തിലെ 13-ാമത്തെയും 14-ാമത്തെയും. ഇത് എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്തൻ ആരാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശ്ലോകം പറയുന്നത്. ഭഗവാന് ഏത് ഭക്തൻ, ആരെയാണ് ഭഗവാന് ഇഷ്ടം, അല്ലെങ്കിൽ ഭഗവാന് ഇഷ്ടമുള്ള ഒരാളുടെ സ്വഭാവം അല്ലെങ്കിൽ അയാളുടെ ഗുണം എന്താണെന്ന്
വിവരിക്കുന്ന ഒരു ശ്ലോകമാണിത്. അപ്പൊ ഞാനിത് മുഴുവനായിട്ട് ചൊല്ലാം. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമേ സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ മയ്യർപ്പിത മനോബുദ്ധിർ മദ്ഭക്ത സമേ പ്രിയ. ഇതിന്റെ അർത്ഥം പറയാം. അദ്വേഷ്ട സർവഭൂതാനാം, എല്ലാ ഭൂതങ്ങളെയും എല്ലാ ചരാചരങ്ങളെയും നമ്മുടെ മുമ്പിൽ കാണുന്ന ഏതൊരു ജീവിയെയും അദ്വേഷ്ട, സകല ജീവജാലങ്ങളോടും ദ്വേഷമില്ലാതെ പറഞ്ഞാൽ നമുക്കത് ഏത് ജീവിയെ കണ്ടാലും നമുക്കതിനോട് ഒരു വിദ്വേഷം ഭാവം നമ്മുടെ മനസ്സിലുണ്ടാകാതെ സ്നേഹഭാവം തോന്നണം. അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. സകല ജീവജാലങ്ങളോടും ദ്വേഷമില്ലാത്ത ആളാവുക. രണ്ടാമത് മൈത്രി ഉണ്ടാവുക. എല്ലാ ജീവജാലം കാണുന്നവരോടൊക്കെ ഒരു മൈത്രി ഭാവത്തെ മനസ്സിലുണ്ടാവുകയും വേണം. പിന്നെ എന്ത് വേണം? കരുണ ഉണ്ടാവണം, കാരുണ്യം ഉണ്ടാവണം. നമ്മളെക്കാൾ താഴ്ന്ന ജീവിത നിലവാരമുള്ള അല്ലെങ്കിൽ നമ്മളെക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ കണ്ടാൽ കാരുണ്യം ഉണ്ടാകും. പിന്നെ ഉള്ള ഒരു അടുത്ത ഗുണം പറയാണ്, നിർമ്മമോ നിരഹങ്കാര. ഒന്നിനോടും പ്രത്യേക മമത, അധികമായിട്ട് മമത ഉണ്ടാവാൻ പാടില്ല. ചില കാര്യങ്ങളോട് കൂടുതൽ മമത ഉണ്ടാവാൻ പാടില്ല. നിർമ്മമോ നിരഹങ്കാര. ഇനി ചില കാര്യങ്ങളിൽ അഹങ്കാരം ഉണ്ടാകാനും പാടില്ല. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള അഹങ്കാരവും ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിലെ സുഖങ്ങളും ദുഃഖങ്ങളും മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അത് സുഖം വരുമ്പോൾ അതിൽ അഹങ്കരിച്ച് സുഖത്തോട് കൂടുതൽ പ്രതിപത്തി കാണിക്കുകയോ, സങ്കടമുള്ള ദുഃഖം വരുമ്പോൾ അതിൽ അത്യധികം സങ്കടപ്പെടുകയോ ചെയ്യാൻ പാടില്ല. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നമ്മൾ നിൽക്കാൻ പഠിക്കണം. അതായത് സുഖദുഃഖങ്ങളെ ഒരുപോലെ കണക്കാക്കാൻ പഠിക്കണം. അതിന് പുറമെ ക്ഷമയുള്ളവനായിരിക്കണം. നമ്മൾ എല്ലാ കാര്യങ്ങളിലും ക്ഷമാശീലം പഠിച്ച് എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ എപ്പോഴും നമ്മളുടെ ഉള്ളിലുള്ള ഒരു ഭാവം എന്താണെന്ന് വെച്ചാൽ സന്തുഷ്ടി. എല്ലാറ്റിനോടും എപ്പോഴും നമുക്ക് ഈശ്വരൻ ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടല്ലോ, ആ തന്നിട്ടുള്ള ആ മഹിമകളോടൊക്കെ ഒരു സന്തുഷ്ടി നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അങ്ങനെ നമ്മുടെ മനസ്സ് യോഗനിഷ്ഠനായിക്കൊണ്ട് ആത്മസംയമനം ചെയ്തുകൊണ്ട് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് മനസ്സും ബുദ്ധിയും ഈശ്വരനിൽ സദാ അർപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണോ അങ്ങനെയുള്ള ആളുകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടവരാണ് എന്നാണ് ഭഗവാൻ ഇവിടെ നമുക്ക് വേണ്ടി ഉപദേശിക്കുന്നത്. അപ്പൊ ഈ ശ്ലോകം ഒന്നുകൂടി ഞാൻ ചൊല്ലാം. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമേ സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ വിയർപ്പിത മനോബുദ്ധിർ മദ്ഭക്ത സമേ പ്രിയ. അങ്ങനെയുള്ള ഭക്തന്മാരെ എനിക്ക് വളരെ ഇഷ്ടമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഭക്തന്മാരാണ് നമ്മൾ ഗുരുവായൂരപ്പന്റെയോ അയ്യപ്പന്റെയോ ആരുടെയായാലും അവരുടെ ഭക്തനാണെന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഈ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാവും. ഈ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ ഭഗവാൻ സ്വയം അപ്പൊ ഇങ്ങനെയുള്ള ഭക്തനാണ് ഭഗവാൻ ഇഷ്ടമാണ്. അപ്പൊ ഈ ഗുണങ്ങളെ നമ്മൾ എന്തുണ്ടാവണം? വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. എന്തൊക്കെയാണ് പറഞ്ഞത്? അദ്വേഷ്ട സർവഭൂതാന, എല്ലാ ഭൂതങ്ങളോടും എല്ലാ ചരാചരങ്ങളോടും എല്ലാ ജീവികളോടും കാണുന്ന എന്ത് ഉറുമ്പിനോടാണെങ്കിലും ഒരു എന്ത് വേണം? ദ്വേഷം കാണിക്കാൻ പാടില്ല. ഏത് ജീവിയോടായാലും ശരി. അദ്വേഷ്ട സർവഭൂതാനം മൈത്ര കരുണ ഏവച, എല്ലാറ്റിനോടും മൈത്രി ഉണ്ടാവുക, എല്ലാറ്റിനോടും കാരുണ്യം ഉണ്ടാവുക. പിന്നെന്താ പറഞ്ഞത്? നിർമ്മമോ നിരഹങ്കാര, ഒന്നിനോടും കൂടുതൽ മമത ഉണ്ടാവാൻ പാടില്ല. നീ സ്വന്തം മകനാണെങ്കിൽ സ്വന്തം ബന്ധുവാണെന്ന് വിചാരിച്ച് കൂടുതൽ മമതയോ മറ്റൊരാളോട് കൂടുതൽ മമത ഇല്ലായ്മയോ വേണ്ട. ഒരു പ്രത്യേക ഡിസ്റ്റൻസിൽ നമ്മൾ എപ്പോഴും നോക്കാൻ പഠിക്കുക. നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി, സുഖത്തിലും ദുഃഖത്തിലും നമ്മൾ സമമായിരിക്കണം. സുഖം വരുമ്പോൾ അധികം സന്തോഷിക്കുകയും വേണ്ട, ദുഃഖം വരുമ്പോൾ അധികം സങ്കടപ്പെടുകയും വേണ്ട. ഇത് മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അതാണ് പ്രത്യേകിച്ചും കലിയുഗത്തിൽ.
അതുകൊണ്ട് എപ്പോഴും സന്തുഷ്ടനായിട്ടിരിക്കുക. സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയം. അങ്ങനെ ഒരു ദൃഢനിശ്ചയം എടുത്തിട്ട് ജീവിതത്തെ എല്ലാ മനസ്സിനെയും ബുദ്ധിയെയും ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് സദാസമയം ജീവിക്കുക, പഠിക്കുക. അങ്ങനെയുള്ളവരെ എനിക്കിഷ്ടമാണെന്നാണ് ഗീതയിലെ ഭക്തിയോഗത്തിലെ ഒരു ശ്ലോകം മാത്രം നമ്മളിപ്പോൾ പഠിച്ചു. അതെല്ലാവരും പാലിക്കാൻ ശ്രമിച്ചാൽ സന്തോഷകരമായിരിക്കും ജീവിതം എന്ന് പറയുന്നു. ഞാൻ പറയുന്നു. ശരി, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഏതാ ചൊല്ലേണ്ടത്? പത്തേക്കാല്. മന്ത്രം ഓം നമഃ ശിവായ. അല്ലല്ലകറ്റും ഉത്തമ മന്ത്രം ഓം നമഃ ശിവായ. ചൊല്ലുന്നോരെ ഉണർത്തും മന്ത്രം ഓം നമഃ ശിവായ. ബിൽവതളത്തിൻ പുളകത മന്ത്രം ഓം നമഃ ശിവായ. നമഃ ശിവായ നമഃ ശിവായ. ഓം നമഃ ശിവായ. നമഃ ശിവായ നമഃ ശിവായ. ഓം നമഃ ശിവായ. പഞ്ചാക്ഷരി എന്നറിയും മന്ത്രം ജപിക്കും മന്ത്രം ഓം നമഃ ശിവായ. നമഃ ശിവായ നമഃ ശിവായ. ഓം നമഃ ശിവായ. നമഃ ശിവായ നമഃ ശിവായ. ഓം നമഃ ശിവായ. സന്ധ്യയ്ക്ക് ശരണോതും മന്ത്രം ഓം നമഃ ശിവായ. ഇന്ദ്രിയദാസന ദുർലഭ മന്ത്രം ഓം നമഃ ശിവായ. ജീവനെ ശിവനായി മാറ്റും മന്ത്രം ഓം നമഃ ശിവായ. രാവണനും കൈകൊണ്ടൊരു മന്ത്രം ഓം നമഃ ശിവായ. നമഃ ശിവായ നമഃ ശിവായ. ഓം നമഃ ശിവായ. നമഃ ശിവായ നമഃ ശിവായ. ഓം നമഃ ശിവായ. ബ്രഹ്മാനന്ദമണയ്ക്കും മന്ത്രം ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. മഞ്ജുളമായിടും ആദിമ മന്ത്രം ഓം നമഃ ശിവായ. നമഃ ശിവായ നമഃ ശിവായ. ഓം നമഃ ശിവായ. നമഃ ശിവായ നമഃ ശിവായ. ഓം നമഃ ശിവായ. ഉത്സാഹം പകരും മന്ത്രം ഓം നമഃ ശിവായ. സത്യത്തിൽ തുടി കൊട്ടും മന്ത്രം ഓം നമഃ ശിവായ. നിത്യവും ഓതിയിടും മന്ത്രം ഓം നമഃ ശിവായ. നമഃ ശിവായ നമഃ ശിവായ. ഓം നമഃ ശിവായ. നമഃ ശിവായ. മേകും മന്ത്രം ഓം നമഃ ശിവായ. സാധകരെന്നും ചൊല്ലും മന്ത്രം ഓം നമഃ ശിവായ. നമഃ ശിവായ നമഃ ശിവായ. ഓം നമഃ ശിവായ. നമഃ ശിവായ നമഃ ശിവായ. ഓം നമഃ ശിവായ. സംസാരമയ ത്രിഗുണായ ഗുണാത്മനെ കാലകാലായ രുദ്രായ കാലകാലായ രുദ്രായ നീലഗ്രീവായ മംഗളം നീലഗ്രീവായ മംഗളം വൃഷാരൂഢായ ഭീമായ വൃഷാരൂഢായ ഭീമായ വ്യാഘ്രചർമാംബരായ ച വ്യാഘചർമാംബരായ ച പശൂനാം പതയേ തുഭ്യം പശൂനാം പതയേ തുഭ്യം സൃഷ്ടിസ്ഥിത്യന്തകാരിണേ സൃഷ്ടിസ്ഥിത്യന്തകാരിണേ ത്രംബകായ സുശാന്തായ രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതവത്സല ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ
तव चरणयुगम् पवनपुरेश राधाकृष्ण शरणं मे तव चरणयुगम् शरणं मे तव चरणयुगम् शरणं मे तव चरणयुगम् कायेन वाचा मनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यत् सकलं परस्मै नारायणार्पयामि सर्वं श्रीनारायणायेति समर्पयामि लोकाः समस्ताः सुखिनो भवन्तु लोकाः समस्ताः सुखिनो भवन्तु लोकाः समस्ताः सुखिनो भवन्तु सर्वत्र गोविन्द नाम संकीर्तनं गोविन्द गोविन्द ആശംസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 4 വരി വേദങ്ങളിലുള്ളതാണ്. അപ്പം അതൊന്ന് ചൊല്ലാം. അപ്പം അതൊന്ന് ആദ്യം നമ്മളൊന്ന് കേട്ട് പഠിക്കാം. ഓം ശതം ജീവ ശരദോ വർദ്ധമാന ഓം ശതം ജീവ ശരദോ വർദ്ധമാന ശതം ഹേ ഓം ശതം ജീവ ശരദോ വർദ്ധമാന ഓം ശതം ജീവ ശരദോ വർദ്ധമാന ശതം ഹേമന്താൻ ശതം ഹേമന്താൻ ശതമോ വസന്താൻ ശതമോ വസന്താൻ ശതം ഇന്ദ്രാഗ്നി ശതം ഇന്ദ്രാഗ്നി സവിതാ ബൃഹസ്പതി സവിതാ ബൃഹസ്പതി ശതായുഷാ സദായുഷാ അവിഷേമം പുനർധോ അവിഷേമം പുനർധോ എല്ലാവർക്കും ആരതി കുറേശ്ശെ കൊടുത്തായിരുന്നു ഗുരുനാഥന്റെ കാല കാര്യം ഒരു ഭാഗ്യം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ രാമ 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 ഹരേ 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 രാമ 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 ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ